ടെലിഫോൺ ലൈനിൽ ഈ ഡോക്യുമെന്ററിയുടെ തിരക്കഥാകൃത്ത് ശ്രീ പ്രസാദ് കണ്ണൻ ഉണ്ട്. ശ്രീ പ്രസാദ് കണ്ണൻ, എന്താണ് ഈ ഡോക്യുമെന്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതൊന്ന് വ്യക്തമാക്കാമോ? പിണറായി ദ ലെജൻഡ്, അത് ഈ ഘട്ടത്തിൽ പുറത്തിറക്കുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷം, 4ാം വാർഷികാഘോഷം എന്നുള്ളതിന്റെ ഭാഗമായി ആണോ? അല്ല, ഇതിനകത്ത് ശരിക്കും നമുക്ക് ഒറ്റ സെന്റൻസിൽ നമുക്കത് ഇതിനുള്ള ഉത്തരം ചുരുക്കാൻ പറ്റും. അതായത് പിണറായി സഖാവിലുള്ളത് മാത്രമേ ഈ ഡോക്യുമെന്ററിയിലുള്ളൂ, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററിയിൽ ഉള്ളത് മാത്രമേ പിണറായി സഖാവിലുള്ളൂ. അതാണ് ഇതിനകത്ത് മറ്റ് ഉദ്ദേശങ്ങളില്ല. ഒരു നേതാവിനെ, കേരളം കണ്ട ഏറ്റവും നല്ലൊരു നേതാവിനെ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഉദ്ദേശം. അതെ, അപ്പോൾ അതായത് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നുള്ളതല്ല, പിണറായി വിജയൻ എന്നുള്ള നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ഡോക്യുമെന്ററിയാണിത്, അല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വം നല്ല രീതിയിൽ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ തികഞ്ഞ നേതാവ് എന്ന് പറയാൻ പറ്റുന്നത്. പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവ്. പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവ്, ഒരേ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അതായത് കേരളത്തിൽ അത്തരത്തിലേക്ക് ഒരൊറ്റ നേതാവ് പോലും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള കേരളത്തിനെ ഈ തരത്തിൽ വികസനത്തിലേക്ക് എത്തിച്ച മറ്റൊരു നേതാവിന്റെ പേര് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, അതാണോ ഈ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അതാണോ എന്നുള്ളതാണ്. ഇപ്പോൾ EMSനോ അല്ലെങ്കിൽ മുൻപുള്ള ഒരു മുഖ്യമന്ത്രിമാരെ പോലെ അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു നേതാവാണ്, ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ, അല്ലേ? തീർച്ചയായും തികഞ്ഞ നേതാവ്, പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു നേതാവ്. അതെ, അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ നമ്മൾക്കറിയാവുന്നതാണെങ്കിൽ ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഇത്തരം വ്യക്തിയാധിഷ്ഠിതമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് വ്യക്തി കേന്ദ്രീകൃതമാകുന്നിടത്ത് അവിടെ തടയിടുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് താൻ. ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇത് പിണറായി വിജയൻ എന്നൊരു നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് എന്ന്. അത് ഈ പാർട്ടിയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയൊന്ന് അവരനുവദിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. നമ്മളത് വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കേണ്ടതുണ്ടോ? നമ്മളിപ്പോ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്ന ഇത് കാണാതിരിക്കുമ്പോൾ, അങ്ങനെ കാണാതിരിക്കുകയാണെങ്കിൽ, നമ്മൾ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അർഹതയില്ല എന്ന് നമ്മുടെ നാട്ടുപുറത്തൊക്കെ പറയാറുണ്ട്. അപ്പം നന്മ ചെയ്തത് തീർച്ചയായും അടയാളപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരു അടയാളപ്പെടുത്തലാണിത്. അതെ, നന്മ മാത്രം ചെയ്തിട്ടുള്ളത് എന്ന തരത്തിലേക്കാണോ? അങ്ങനെ അതിനെ വളച്ചൊടിക്കേണ്ടതുണ്ടോ? പക്ഷേ ഒരുപാട് നന്മയുണ്ടല്ലോ, നന്മ മാത്രം തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്, തിന്മ ചെയ്തിട്ടില്ലല്ലോ. അതാണ്, ഇതൊരു ഭരണാധികാരി എന്നതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്ന സംശയം, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ആരാധനയുടെ രൂപത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നന്മ മാത്രം ചെയ്യുന്ന ഒരു നേതാവ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരാൾ ഉണ്ടാകുമോ? മനുഷ്യ സ്നേഹത്തോടൊപ്പം നിന്ന, മനുഷ്യനെ ചേർത്ത് പിടിച്ച, മനുഷ്യനെ മനസ്സിലാക്കുന്ന, കൃത്യമായ രീതിയിൽ തന്റെ കടമ നിർവഹിക്കുന്ന, നമ്മുടെ ഡോക്യുമെന്ററിയിൽ തന്നെ അനുഭവസ്ഥർ ഒരുപാട് വ്യക്തികള് വ്യക്തമായിട്ട് അവരുടെ ജീവിതം വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ബഹുമാനപ്പെട്ട CMന്റെ കൂടെ പഠിച്ച ഒരു വ്യക്തിയുടെ അനുഭവം വ്യക്തമാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മകൾക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി സഹകരണ സ്ഥാപനത്തിൽ പോകുമ്പോൾ ആ കാര്യം എന്നോട് പറയരുത്, നമ്മുടെ പാർട്ടിയുടെ രീതി അതല്ല എന്ന് വളരെ ശക്തമായിട്ട് പറയേണ്ടിടത്ത് കൃത്യമായി പറഞ്ഞ ഒരു നേതാവാണ്. അതിനു മുൻപ് EMSനെ പോലെയൊക്കെയുള്ളവര് ഇതുപോലെയൊക്കെയുള്ള നിലപാടുകൾ വളരെ ശക്തമായി തന്നെ കൈക്കൊണ്ടിട്ടുള്ളതല്ല. മറ്റു പല കാര്യങ്ങളിൽ പോലും അങ്ങനെയൊക്കെയുള്ള ശക്തമായ കൃത്യമായ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള നേതാവല്ലേ പ്രസാദ് കണ്ണൻ? തീർച്ചയായിട്ടും ആണ്. അതുകൊണ്ട് പിന്നെ മഹാന്മാരായ അത്തരം നേതാക്കളൊന്നും ഇങ്ങനെയല്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നില്ല. അതിനങ്ങനെ ഒരു അർത്ഥമില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വികസനത്തിന്റെ, നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളുടെ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നേതാവിന്റെ, ഇപ്പം വ്യക്തമായിട്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട താങ്കൾക്ക് തന്നെ അത് അറിയാം. ഈ നമ്മുടെ കോവിഡിന്റെ കാലത്തും അതുപോലെ തന്നെ കേരളം കണ്ണീരിൽ ആണ്ടുപോയ കാലത്തും നമ്മൾക്ക് ശക്തിയായി
നമ്മൾക്കൊപ്പമുണ്ട് ഒരാൾ എന്ന് പറഞ്ഞ് തോളോട് തോൾ ചേർന്ന് നിന്ന ഒരു ശക്തിയായിരുന്നു, ഒരു ധൈര്യമായിരുന്നു. നമ്മൾ താഴ്ന്നു പോകുന്ന ഒരു സ്ഥലത്ത്, കണ്ണീർ കയത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പൊങ്ങി വരാൻ വേണ്ടി ഒരു കൈ തന്നു, ഒരു ആശ്വാസം തന്നു. ആശ്വാസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും വളരെ വലിയൊരു കാര്യമല്ലേ. അത്തരത്തിലൊരു ഒരു ഒരു നേതാവ് ഒപ്പം നിന്നില്ലേ. അപ്പൊ അങ്ങനെ ഒപ്പം നിന്നപ്പോ അത് രേഖപ്പെടുത്തേണ്ടുന്നത് ഒരു കലാകാരനാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണ്, എന്റെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഞാൻ വളരെ എളിമയോടുകൂടി ചിന്തിച്ചു പോയി. അതെ, അപ്പോൾ അവിടെ തന്നെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം കഴിവിൽ പ്രവർത്തിച്ചു വളർന്നു വന്നയാളല്ല, പാർട്ടിയുടെ ഉത്പന്നമാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ താങ്കൾ ഈ പറയുന്നതിനെ ഒരളവ് വരെ തിരുത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. പാർട്ടിയുടെ ഒരു ഉൽപ്പന്നമാണ്, അതായത് സ്വന്തം കഴിവ് എന്ന തരത്തിലേക്ക് നിങ്ങൾ അതിനെ വ്യക്തി കേന്ദ്രീകൃതം എന്ന തരത്തിലേക്ക് ആക്കരുത് എന്നാകാം അദ്ദേഹം പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന് ഇത് വേണ്ട എന്ന് പറയുന്നുമില്ല. വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട് പൂർണ്ണമായും വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട് ഉള്ളതല്ല. അതിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലിലെ തിരമാലകൾക്ക് കടലിന്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരിയായി മാറാൻ കഴിയുകയുള്ളൂ. ഒരു ബക്കറ്റിൽ എടുത്തു വെച്ച വെള്ളത്തിന് തിരിയായി മാറാൻ കഴിയില്ല എന്ന് ഒരു കവിതയെ കോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കൊപ്പം പാർട്ടിയാണ് ശക്തി, പാർട്ടി തന്നെയാണ് ശക്തി. അത് വ്യക്തമാണ്. അതും ഇതുമൊക്കെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. അതെ, എന്റെ ഒപ്പം തന്നെ ഇതിൽ ഈ അമ്മയുടെ പേര് തെറ്റായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും അദ്ദേഹം ഇന്നിപ്പോൾ അതൊരു നീതികേടാണ് എന്നത് തീർച്ചയായും അത് അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നതുമായി അതിന് ബന്ധമില്ല എങ്കിൽ പോലും ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ ഇതൊരു സ്തുതി ഗീതം എന്നതല്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ പ്രസാദ്? സ്തുതിഗീതമല്ല. അമ്മയുടെ പേരിന്റെ കാര്യത്തിൽ ഒരു അക്ഷരത്തിന്റെ മാറ്റമാണ്. അത് നമ്മൾക്ക് ഈ ഇദ്ദേഹത്തെ കുറിച്ച് കിട്ടുന്ന എല്ലാ ഡോക്യുമെന്റ്സിലും അതായത് ഞാനിത് റിസർച്ച് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവിന്റെ കല്യാണ കത്ത് പോലും കളക്ട് ചെയ്ത് വെച്ച ഒരാളാണ്. എന്റെ കയ്യിൽ ഉണ്ട് അത് ഇപ്പോഴും. ഇത് പല സ്ഥലങ്ങളിലും അതായത് ഈ രണ്ട് രീതിയിലാണ് വരുന്നത്, ഒരു അക്ഷരം. പക്ഷെ തീർച്ചയായും നമ്മളത് തിരുത്തിയിട്ട് മാത്രമേ ഇനി പൊതുജനത്തിന്റെ സമക്ഷം അത് എത്തുകയുള്ളൂ. ഈ നമ്മൾ വ്യക്തിയെ പ്രകീർത്തിക്കുന്നത് പോലെ ചെയ്ത ഒരു ഡോക്യുമെന്ററി അല്ല. സത്യത്തിൽ ഈ ഡോക്യുമെന്ററി നമ്മൾ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തതിന് ഒടുവിലാണ് ഒരു പാട്ട് എഴുതാൻ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എഴുതിയതാണ്. അത് ആരും പറഞ്ഞ് ഞാൻ ചെയ്തതല്ല. ചെങ്കൊടിക്ക് ചിന്തയായി ചങ്കിലെ മന്ത്രമായി എഴുതിയത് ഈ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയ, എന്നിലെ എഴുത്തുകാരന് തോന്നിയ ഒരു തോന്നലാണ്. അല്ല, ഇപ്പൊ ഈ കോവിഡ് കാലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ അതിലൊരു വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു തീർച്ചയായും അദ്ദേഹം ആ സമയത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു നേതൃപാടവം നമ്മൾ ഒരിക്കലും അതിനെ വില കുറിച്ച് കാണിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു സംവിധാനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സംവിധാനത്തിന്റെ കൂടി പിന്തുണയോടെ ഇപ്പോൾ നമ്മൾ ഈ ആശമാരുടെ കാര്യമൊക്കെ പറയുന്നതും അവിടെയാണല്ലോ. അവർ സമരം ചെയ്യുന്നു, അവരുടെയൊക്കെ ഒരു പിന്തുണ ആ സമയത്തുണ്ടായിരുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ നയിച്ചുകൊണ്ട് അന്ന് പിണറായി വിജയൻ നിന്ന അത് നമ്മൾ ഒരിക്കലും അതിനെ വില കുറച്ച് കാണുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നവരുമല്ല. പക്ഷെ എങ്കിൽ പോലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേട്ടം എന്ന തരത്തിലേക്ക് എത്രയും അധികം പുകഴ്ത്തുമ്പോഴാണ് അത് വിമർശന വിധേയമായി വരുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത്. പ്രസാദ്, അങ്ങനെയല്ല. അതില് ബഹുമാനപ്പെട്ട താങ്കൾക്ക് തിരുത്താനുള്ള സമയമുണ്ട്. കാരണം വ്യക്തിയിലേക്കല്ല അത് പോകുന്നത്, ചെയ്ത കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ നേതാവ് എന്ന് പറയുമ്പോൾ ആ നേതൃനിരയിൽ നിന്ന് നല്ല നിലയ്ക്ക് നേതൃത്വം നൽകിയാൽ മാത്രമാണ് ഭരണ സംവിധാനം നല്ല രീതിയിലേക്ക്, വേണ്ടുന്ന രീതിയിലേക്ക് തിരിയുക. അങ്ങനെ തിരിയാത്ത കാലഘട്ടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കേരളത്തിൽ. നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്, നമ്മൾ അനുഭവിച്ചതാണ്, എത്രയോ തലമുറകൾ അനുഭവിച്ചതാണ്. ഞാനടക്കമുള്ള, താങ്കൾ അടക്കമുള്ള തലമുറ അനുഭവിച്ചതാണ്. അതുകൊണ്ട് വ്യക്തിയെ കേന്ദ്രീകരിച്ചതോ പ്രകീർത്തനോ എന്നുള്ള രീതിയിലേക്ക് ദയവ് ചെയ്തത് എടുക്കരുത് എന്നാണ് എന്റെ വിധേയമായിട്ടുള്ള അഭ്യർത്ഥന. ശരി, വളരെ നന്ദി ശ്രീ പ്രസാദ് കണ്ണൻ.